ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സച്ചി നല്ല മര്യാദരാമനായിട്ട് ഏറ്റവും പുറകെ പോയിരുന്ന് ചടങ്ങ് കാണുവാൻ വേണ്ടി ഇരിക്കുവാണ്. രേവതിയും കൂടെയുണ്ട്. മഹിമക്കത് പോരല്ലോ, മഹിമക്ക് സച്ചിയെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിപ്പിക്കണം. അപ്പോൾ മഹിമയുടെ ബന്ധത്തിലുള്ള 2 പേരുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അവർ ഇന്നത്തെ എപ്പിസോഡിൽ വരുവാണ്. മഹിമയുടെ ആ 2 കസിൻസ്. എന്നിട്ട് മധുവിനെ കാണിച്ചെടുക്കും മഹിമ, ദേ ഇതാണ് ഞാൻ പറഞ്ഞ ആ 2 ആൾക്കാർ. അപ്പോൾ അവർ പറയും, നിങ്ങൾ പറയണത് എന്ത് വേണമെങ്കിലും ചെയ്തോളാം, എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ മഹിമ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, അത് ചെയ്താൽ മതി, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, അവൻ ഇന്നിവിടെ പ്രശ്നം ഉണ്ടാക്കിപ്പിക്കണം, അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യണം എന്നൊക്കെ മഹിമ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയും, പേടിക്കണ്ട, ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടേക്ക്, ഞങ്ങൾ അവനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും കൂടി പോകുവാണ്. മഹിമയും മധുസൂദനും ഏറെ പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ സച്ചിൻ രേവതി ഇങ്ങനെ പുറകെ ഇരിക്കുവാണല്ലോ. സച്ചിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, സ്റ്റേജിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ശ്രീകാന്തിൻ്റെ ഫോട്ടോ എടുക്കുമായിരുന്നു അവിടെ. അപ്പോൾ അതിങ്ങനെ നോക്കി സച്ചി ഇങ്ങനെ നോക്കി ആസ്വദിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇയാൾ പുറകെ കൂടി വരുന്നത്. 2 പേരിൽ ഒരാൾ വരും പുറകെ കൂടി. എന്നിട്ട് ഫോണിൽ സംസാരിക്കുന്ന പോലെ ഒരാളോട് പറയും, ചടങ്ങൊന്നും തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നതേ ഉള്ളൂ, അതിന് ഇനി സമയമെടുക്കും തീരാനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ സച്ചി ഇങ്ങനെ ഒച്ചത്തിൽ അടുത്ത് വന്ന ഒരാൾ ഫോണിൽ സംസാരിക്കുമ്പോൾ നോക്കുമല്ലോ നമ്മൾ. അങ്ങനെ നോക്കുമ്പോഴേക്കും ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അയാളുടെ കാലും കൊണ്ട് സച്ചിയുടെ കാലിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് ഞെരിച്ചുകൊണ്ടിരിക്കുവാണ്. സച്ചി ഇങ്ങനെ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് മൂളുന്നുണ്ട്. പക്ഷേ ഇയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. രേവതിയും ശ്രദ്ധിക്കുന്നില്ല, കാരണം സച്ചിയേട്ടൻ കുറേ നേരം ആയാലും ഇങ്ങനെ ഓരോ ആക്ഷൻ മുഖം കൊണ്ടൊക്കെ കാണിക്കുന്നു. അപ്പോൾ രേവതിയെ തോണ്ടിയിട്ട് സച്ചി ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ ഒന്ന് മര്യാദക്കിരിക്കുക, കുറേ നേരം ആയാലും ഇങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് രേവതി വീണ്ടും സ്റ്റേജിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. സച്ചിയാണെങ്കിൽ പാവം കുറേ ഇങ്ങനെ മൂളിയൊക്കെ നോക്കും. രേവതിക്ക് അത് മനസ്സിലാവുന്നില്ലല്ലോ, ഇങ്ങനെ മിണ്ടാത്ത ആൾ വെറുതെ ഓരോ കോപ്രായം കാണിക്കുകയെന്നാണ് രേവതി ഓർത്തിരിക്കുന്നത്. ഇയാളാണെങ്കിൽ നല്ലോണം സച്ചിയെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ വേണ്ടി നല്ലോണം ഇങ്ങനെ അമർത്തുന്നുണ്ട്. പക്ഷേ ഇയാളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അയാളിങ്ങനെ ഫോണിൽ സംസാരിച്ചും ആ കാല് മാറ്റാതെ ഇങ്ങനെ ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ഞെരിക്കും കേട്ടോ. ലാസ്റ്റ് സച്ചി ചാടി എഴുന്നേറ്റിട്ടും അയാൾ ശ്രദ്ധിക്കില്ല. അയാൾ അപ്പോഴും ഇങ്ങനെ ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ സച്ചി സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറയുമ്പോഴേക്കും അയാളിങ്ങനെ നോക്കും. എന്നിട്ട് പറയും, എന്താന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, താങ്കളുടെ കാൽ എൻ്റെ കാലിൻ്റെ പുറത്താണ്, അതൊന്ന് മാറ്റുമോ എന്ന് പറയുമ്പോഴാണ് രേവതി ശ്രദ്ധിക്കുന്നത്. രേവതി നോക്കുമ്പോൾ സച്ചിയുടെ കാലിൻ്റെ പൊക്കത്ത് അയാളുടെ കാലിട്ട് ഇങ്ങനെ ഞെരിച്ചുകൊണ്ടിരിക്കുന്നു. രേവതിക്ക് ദേഷ്യം വരുവേ. രേവതി പറയും, എടോ താൻ എന്താടേ കാണിക്കുന്നത്, എൻ്റെ സച്ചിൻ്റെ കാലിൻ്റെ പൊക്കത്ത് എന്തിനാണോ ഈ കാലിട്ട് ഞെരിക്കുന്നത്, ആ കാലെന്നെടുത്ത് മാറ്റിയെന്ന് പറഞ്ഞ് രേവതി ഒച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയും, രേവതി മിണ്ടരുത്, എന്നിട്ട് അയാളോട് പറയും, കാലെടുത്ത് മാറ്റി ചേട്ടാന്ന് പറയുമ്പോഴേക്കും അയാൾ അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് കാലെടുത്ത് മാറ്റുകയും ചോദിക്കും, നിനക്ക് എന്താ ദേഷ്യം വരുന്നുണ്ടോ, നിനക്ക് വേദനിച്ചില്ലേ എന്ന് സച്ചിനോട് ചോദിക്കും. അപ്പോൾ സച്ചി ആക്ഷൻ കാണിച്ചിട്ട് പറയും, ഇല്ല എന്നുള്ളൊരു ആക്ഷൻ കാണിക്കുവേ. അപ്പം അയാൾ പറയും, നിനക്ക് നല്ലോണം വേദനിച്ചു എന്ന് എനിക്കറിയാം, നിനക്ക് എന്താ എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ, ദേഷ്യം വരുന്നുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ചു പോകുവാണേ സച്ചിയെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിപ്പിക്കാൻ. സച്ചിക്ക് അപ്പോൾ ഏകദേശം മനസ്സിലായി ഇവരുടെ പ്ലാനൊക്കെ എന്നെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കാനുള്ള പരിപാടിയാണെന്ന്. സച്ചി പറയും, എനിക്കൊന്നുമില്ല ചേട്ടൻ പൊക്കോന്ന് ആക്ഷനിലൂടെ കാണിക്കുവാണ്. രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. രേവതി പ്രതികരിക്കാൻ പോകുമ്പോഴേക്ക് സച്ചി ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുവാണ്. തല്ലടോ എന്ന് അയാൾ കുറേ നേരം പറഞ്ഞിട്ടും സച്ചി ലാസ്റ്റ് ഭയങ്കര ഇങ്ങനെ ശാന്തമായിട്ട് നിൽക്കണ കാണുമ്പോൾ അയാൾ തന്നെ പോകുകയെ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ട് എന്താ സച്ചിയേട്ട് ഇത് എന്നോട് പറയാറുന്നില്ല, അയാൾ ഇങ്ങനെ കാലിന് എരിച്ചമർത്തിട്ട് എന്ത് ഇങ്ങനെ മിണ്ടാണ്ടിരുന്നെന്ന് പറയുമ്പോഴേക്കും, നീയല്ലേ എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ രേവതി പറയും, വേദന എടുത്താൽ ഒന്ന് വാ തുറന്നൂടെ, വേദന എടുക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. സച്ചിയുടെ കാൽ ഇങ്ങോട്ട് ഞാൻ തിരുമ്മി തരാമെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, വേണ്ട അത് കുറച്ച് നേരം കഴിയുമ്പോൾ ശരിയാവും എന്നൊക്കെ പറയും. സച്ചി വേദന എടുത്ത് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുക. രേവതിക്ക് അത് കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, നിൽക്ക് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്, അയാളെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് രേവതി എഴുന്നേറ്റ് പോകാൻ പോകുമ്പോഴും സച്ചി പിടിച്ചിരുത്തും, വേണ്ട നമ്മൾ കാരണം ഒരു പ്രശ്നം വേണ്ട. അല്ല സച്ചിയേട്ടന് വേദന എടുത്തില്ലേ, സച്ചിയേട്ടന് എന്താ അയാളുടെ ഒന്നും പറയാണ്ടിരുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമാവും, വർഷയുടെ അച്ഛനും അമ്മ എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുക, ലാസ്റ്റ് എല്ലാം കൂടി എൻ്റെ തലയിൽ വെച്ച് തരും, വെറുതെ എന്തിനാ ഒരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് സച്ചി അതവിടെ ആ പ്രശ്നം വിട്ട് കളയുവാണ്. എന്നിട്ട് സച്ചി ഇങ്ങനെ വേദന എടുത്ത് കാലം തിരുമ്മിക്കൊണ്ടിരിക്കുകയും രേവതിക്ക് നല്ല സങ്കടമുണ്ട്. മഹിമക്ക് ദേഷ്യം വന്നു, കാരണം മഹിമയുടെ പ്ലാൻ ചീറ്റിപ്പോയല്ലോ. അപ്പോൾ ഇയാൾ മഹിമയെടുത്ത് പോയി പറയും, ഞാൻ എത്രയും കാല് ചവിട്ടി അമർത്തിയിട്ടും സച്ചി അയാളൊന്നും മിണ്ടുന്നില്ല, അയാൾ എന്തൊരു മനുഷ്യനാന്ന് പറയുമ്പോൾ മഹിമ പറയുന്നുണ്ട്, നീ മര്യാദക്ക് ചവിട്ടി കാണില്ല, അതാവൻ പ്രതികരിക്കാതിരുന്നത്, മര്യാദക്ക് വേദന എടുത്തിരുന്നെങ്കിൽ നിനക്ക് സച്ചി അറിയാനിട്ടാ, നിനക്കിട്ട് നല്ല അടി തന്നാനിരുന്നു അവനെന്നൊക്കെ പറയുമ്പോൾ മര്യാദക്ക് ചവിട്ടിയില്ലെന്നോന്ന് പറഞ്ഞു മഹിമയുടെ കാലിൽ ഒരു ചവിട്ട് കൊടുത്തുവേ. അപ്പം മഹിമ കുറേ ചീത്ത വിളിക്കും അയാളെ.
നാളെ വേദന എടുത്തിട്ട് മഹിമക്ക് നല്ലോണം വേദന എടുത്തു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, കണ്ടോ ചേച്ചിക്ക് വേദന എടുത്തില്ലേ, അതുപോലെ തന്നെ ഇതിലും ശക്തിയോടെ ഞാൻ ചവിട്ടിയത്, പക്ഷെ അവൻ മിണ്ടിയില്ല. വേദന എടുത്ത ഒരാൾ പ്രതികരിക്കും, ഇവൻ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നതെന്ന് പറയുമ്പോൾ മറ്റേ ആൾ പറയും, പേടിക്കണ്ട ഇനിയുണ്ടല്ലോ സമയം, ഞാൻ ആ ചേട്ടനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിപ്പിക്കോളാന്ന് പറഞ്ഞിട്ട് പോകുവാണ്. മഹിമ അപ്പോൾ വിചാരിക്കും, ആ ശരി ഒരെണ്ണമല്ലേ ചീറ്റിപ്പോയുള്ളൂ, ഇനിയും പ്ലാൻ ഉണ്ടല്ലോ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് മഹിമയെ സമാധാനിക്കുവാണ്. അപ്പോൾ എന്നിട്ട് സച്ചിയുടെ ഫോൺ അടിക്കുമ്പോഴേക്കും സച്ചി ആ ഫോൺ എടുത്ത് സംസാരിക്കാൻ വേണ്ടി പോകുകയും മൊടന്തിയ സച്ചി നടക്കുന്നത് അത്രയും വേദനയുണ്ട് സച്ചിക്ക്. അപ്പം മഹിമ മനസ്സിൽ വിചാരിക്കും, ഇവൻ ഇത്രയും വേദന ഉണ്ടായിട്ട് ഇവൻ എന്താ പ്രതികരിക്കാത്തത്, മൊടന്തിയാണ് നടക്കുന്നത്, അപ്പോൾ അവന് നല്ല വേദനയുണ്ട്, എന്നിട്ട് അവനൊരു ചീത്ത പോലും പറഞ്ഞില്ല എന്ന് മഹിമ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മഹേഷ് ഇങ്ങനെ പരിപാടി കഴിഞ്ഞോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. സച്ചി പറയുന്നുണ്ട്, ഇല്ലടാ പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മറ്റേ ആൾ പുറകെ വന്ന് നിൽക്കുന്നുണ്ട്. അയാളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ സച്ചിയുടെ മുതുകത്തിട്ട് പോയി ഒറ്റ ഇടി കൊടുക്കണം, പെട്ടെന്നൊരു ഇടി കിട്ടുമ്പോൾ ആരായാലും പ്രതികരിക്കുമല്ലോ, അതാണ് മറ്റേയാളുടെ പ്ലാൻ. അയാളത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാളത്തെ എപ്പിസോഡിലാണ് അത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും രേവതി പറയും, മതി സച്ചിയേട്ട സംസാരിച്ചത്, വന്നിരിക്കും, കാലിന് നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞ് സച്ചിയെ പിടിച്ച് അവിടെ ഇരുത്തുവാണ്. മഹിമയ്ക്ക് എന്തായാലും നല്ല നിരാശയുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ്. ശ്രുതി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ്. ചന്ദ്രയാണെങ്കിൽ ആ മുറിയിലോട്ട് വന്നിട്ട്, എവിടെയാടി നിൻ്റെ അച്ഛൻ, മഴ ഇപ്പോൾ വരും നാളെ വരും എന്ന് പിള്ളേർ പറയുന്ന പോലെയാണല്ലോ നീ വന്നപ്പോൾ തൊട്ട് ഇത് പാടിക്കൊണ്ടിരിക്കുന്നത്, നിൻ്റെ അച്ഛൻ ഇപ്പോൾ വരും, ഫ്ലൈറ്റ് കയറി ഇപ്പോൾ എത്തും എന്നൊക്കെ, എവിടെ നിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ആൻറ്റി വരും, ഞാൻ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട്. ഭാമയും പറയുന്നുണ്ട്, എന്താ ശ്രുതി ഇത്, എപ്പോഴാണ് നിൻ്റെ അച്ഛൻ വരുന്നത്, വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നതാണല്ലോ. ഏതായാലും എല്ലാവരും ശ്രുതി നല്ല ടെൻഷനിലാണ്. അച്ഛനെ ഓർത്തിട്ട് ഇവരുടെ ചന്ദ്രയുടെ ഇറിറ്റേഷൻ താങ്ങാൻ പറ്റുന്നില്ല ശ്രുതിക്ക്. അപ്പോൾ അവരുടെ പ്ലാനിനി എന്താണെന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കണ്ടറിയാം. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.